ഹായ് ഗായ്സ്, ഇന്ന് ഒരു സർപ്രൈസ് ഈവന്റ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ മോനെ നേരത്തെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വരുവാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവന് പോകുന്നതിന്റെ ഇതിൽ വെച്ചിട്ട് താറ്റയൊക്കെ കൊടുക്കണം. അപ്പൊ ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു, നിവാനി നിവാനി. അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഓവർ കൊടുക്കാറ്. അപ്പൊ അവനെയും വിളിച്ചിട്ട് അപ്പൊ ഞാൻ സർപ്രൈസ് ഈവന്റ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ ട്രെൻഡ്സിൽ കയറി അവനൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടാ പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഡ്രസ്സ് രാവിലെ എടുക്കാൻ മറന്നുപോയി. അപ്പം യൂണിഫോമിൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ശ്രീകാര്യത്തുള്ള ട്രെൻഡ്സിൽ കയറി അവനെയും കൊണ്ട് പോയി ഡ്രസ്സ് എടുക്കാം. അപ്പം ഓഫർ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം അവന് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടായി അവൻ എനിക്കും കൂടെ ഷെയർ ചെയ്ത് കേട്ടോ. എല്ലാം ഇപ്പൊ ഷെയർ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ എനിക്ക് വേണ്ട ഒരു കാര്യമായിരുന്നു, എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും അവൻ എന്ത് കിട്ടിയാലും എനിക്ക് ഷെയർ ചെയ്യും. പിന്നെ ഓരോ ഡ്രസ്സ് ഇപ്പൊ അവന് ഇച്ചിരി വണ്ണം ഉള്ളത് കൊണ്ട് അവന്റെ ഏജിനുള്ള ഡ്രസ്സ് അവന് കണക്കാവൂല. അതുകൊണ്ട് ഞാൻ ഒരു 10-11 വയസ്സ് ഏജിനുള്ളതാണ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു, കയറി. അപ്പൊ എൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ആ സർപ്രൈസ് ഈവന്റ് ഉള്ളത്. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ആ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളർ കോമ്പിനേഷൻ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ചേരത്തില്ല എന്ന്, മീൻസ് ആ കളർ ഇവന് ശരിയാവുമെന്നൊക്കെ തോന്നിയാണ്. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓഫീസിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇവനെ യൂണിഫോം ഒക്കെ മാറ്റി റെഡിയാക്കി ഓഫീസിന്റെ അകത്തോട്ട് കയറ്റി. ഈ എസ്കലേറ്റർ അവൻ എപ്പോഴും മേളിലേക്ക് കയറുന്ന താഴോട്ട് പോയി കളിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു തവണ അവൻ അതിൽ നിന്ന് വീഴുമ്പോൾ അവൻ പഠിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറി 9th ഫ്ലോറിൽ വെച്ചായിരുന്നു ഈവന്റ്. അപ്പൊ ഇതായിരുന്നു ഫൗണ്ടേഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിലുള്ള. അപ്പം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഇവിടെ UST വന്നിട്ട് 5 വർഷമായി. അപ്പൊ 5 വർഷമായി, 5 വർഷം പൂർത്തിയായവർക്ക് അവരുടെ മക്കൾക്ക് ഇതുണ്ട്, എന്താ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടുന്നത് മോനാണ്. അപ്പം മോനെയാണ് അവര് സ്റ്റേജിലോട്ട് വിളിക്കുന്നത്. അപ്പം ഭയങ്കര ഹാപ്പി ആയി. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെന്റ്സിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, മാഡംസും സാറും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല സ്മാർട്ടായിട്ട് പോയി, ഒരു സ്റ്റേജ് ഫിയർ പോലും ഇല്ലാണ്ട് പോയി ആ ഒരു മൊമെന്റ് വാങ്ങിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം അവര് മാംസ് ഒക്കെ ഏതാ സ്കൂളിലാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ സ്മാർട്ടായിട്ട് തന്നെ ആൻസർ പറഞ്ഞു. അവൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല, സ്റ്റേജ് ഫിയർ ഒട്ടും ഇല്ല കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു ഇവൻ ഈ പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും വന്നിട്ട് എന്നോട് പേരും ഏത് സ്കൂളിലാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. നല്ല സ്മാർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ കഫ്റ്റീരിയ കൊണ്ടുപോയി അവനൊരു പഫ്സും. അപ്പം ഉച്ചയ്ക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു ആശാന്. പപ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇറങ്ങിയപ്പം നമുക്ക് ഓഫീസിൽ അരയന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ ഈ വെള്ളക്കൊക്ക് എവിടെ നിന്നാന്ന്. ഞാൻ അപ്പൊ തന്നെ അവനെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു. കാരണം സ്കോളർഷിപ്പും കിട്ടിയിട്ട് ഇവന്റെ കൊക്കിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എന്താവും. പിന്നെ ഞാൻ അപ്പൊ തന്നെ അവനെയും കൊണ്ട് ഇറങ്ങാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ആശാൻ വരുന്ന ഒരു ഇതുമില്ല. അവിടെ ഫുൾ ഓടിക്കളിയായിരുന്നു. ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പിടിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ. കാരണം ഇവന് ഫുള്ള് സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഓഫീസിന്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമാണ്, കുറേ പീസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ ഞങ്ങളൊക്കെ ഓഫീസിലേക്ക് വരുന്ന ടൈം തന്നെ ഭയങ്കര സ്ട്രെസ്സിലാണ് വരുന്നെങ്കിലും നടന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇവൻ ഇത് മേലോട്ട് കയറുന്നു, താഴോട്ട് ഇറങ്ങുന്നു. അവസാനം ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റീസിനെ പോലീസ് എന്നാ ഇവൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോലീസ് ഇപ്പം വരും, വാ പോവാന്നൊക്കെ പറഞ്ഞ് ഒരു വിധമാണ് അവിടുന്ന് പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അവന് നല്ല ഹാപ്പിയായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബൈ.